ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മളുടെ വിഭവം. അതിനാവശ്യമുള്ള ക്യാരറ്റ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ്, കുറച്ച് ബീൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തു. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ ചേർക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താൽ മതിയാവും. ഇതിന് എണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് 2 ഏലയ്ക്ക, ഒരു 2-3 ഗ്രാമ്പു ചേർത്ത്, 1 ബേ ലീഫ്, 1 കഷ്ണം സ്റ്റാറില്ലേ തക്കോലം അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കറുവാപ്പട്ട ചെറിയൊരു കഷ്ണം. ഇത്രയും മസാലകൾ നമ്മൾ ഇതിനെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം അതിലേക്ക് 2 ചെറിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, കോളിഫ്ലവർ, ബീൻസ്, പൊട്ടാറ്റോ, ഇത്രയും വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പനീർ, ചെറിയൊരു കഷ്ണം പനീർ സ്ക്വയറാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത്. അതിലേക്ക് മല്ലിയില, അതുപോലെ പുതിന ഇല, ഇതും ചെറുതായി അരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ബിരിയാണിക്കിപ്പം. നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം 1 തക്കാളി കനം കുറച്ചരിഞ്ഞോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആകുന്നവരെ നമുക്കിത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം മല്ലിയിലയും പുതിനയൊക്കെ ചേർത്ത് നല്ലൊരു വാസന വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ. വെജിറ്റബിൾസ് ഒരുപാടങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറിനെക്കാട്ടിൽ കൂടുതൽ ചേർക്കേണ്ട. നമുക്കൊരു മിതമായ രീതിയിൽ അത് വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതിയാവും. സോയാ ചങ്ക്സ് ഉണ്ടെങ്കിൽ അത് ഇഷ്ടമാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കുക്കറിലായതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന്, ആദ്യമായിട്ട് ഇത് ബിരിയാണി ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും എളുപ്പമുണ്ടല്ലോ. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കുള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിലൊരു ബിരിയാണി ഇതുപോലെ തയ്യാറാക്കാം. അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി. ഇത്രയും ചേർത്ത് ഇനി ആ പൊടികളുടെ പച്ചവാസനയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസിലെല്ലാം പൊടികളൊക്കെ ഒന്ന് പിടിച്ച് പച്ചവാസന മാറണം. അരി നമ്മൾ കുതിർത്ത് വെക്കണം. നേരത്തെ ഒരു 15 മിനിറ്റ് ബസുമതി റൈസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് കുതിർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ പിന്നീട് പൊടിഞ്ഞു പോകും. ആ അരിയാണിത്. കഴുകി 15 മിനിറ്റ് കുതിർത്ത അരി, ബസുമതി അരി. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ അരി ഇനി നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് മിക്സ് ആക്കണം. വെജിറ്റബിൾസും എല്ലാം ആയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം.
വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ടൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്ന വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ കാഷ്നട്ട് റേസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണമെന്ന്. അതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനാവശ്യമുള്ള ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തിരുന്നത്, 2 ഗ്ലാസ് അരി. അപ്പം ഇതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, അത് മതിയാവും. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് തള വരുന്ന വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. എല്ലാം അരിയെല്ലാം ചേർത്തതിന് ശേഷം രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു. നന്നായി ചെറിയ തിള വന്നു തുടങ്ങി. നമുക്കിനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 2 വിസിൽ, ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ 2ാമത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. വലിയ പ്രഷറൊക്കെ മാറി. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന റൈസിൻ, ഇത് കറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു തണുത്തതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് നമ്മളിതുപോലെ പതുക്കെ കുഴഞ്ഞിട്ടില്ല, നല്ല പാകത്തിലാണ് ഇരിക്കുന്നത്. ഒന്നൊന്നും തൊടാതെയാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.